നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് അലങ്കാരത്തിനായും ആദായത്തിനായും ഒരുപോലെ നട്ടു വളർത്താൻ പറ്റിയ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞ സംഭവം ഇതാണ് നമ്മുടെ മൈസൂർ അടയ്ക്ക. മൈസൂർ അടയ്ക്ക എന്ന് പറയും, കിളിയടയ്ക്ക എന്ന് പറയും, സീലോൺ അടയ്ക്ക എന്ന് പറയും. അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് യാതൊരു പരിചരണവും ഇല്ലാണ്ട് ഇതിങ്ങനെ കൊല നിറഞ്ഞിങ്ങനെ കാച്ചോളൂ കേട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പൊഴിച്ചലുമില്ല. ഇതുണ്ട് കൊല നിറഞ്ഞ് ഒരൊറ്റ അടയ്ക്ക് പോലും പൊഴിഞ്ഞു പോകാണ്ട് ഇങ്ങനെ നിറച്ച് കായ്ക്കും. നമ്മൾ മരുന്നടിച്ച് കൊടുക്കേണ്ട അങ്ങനെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. ഒരു നല്ല ഭംഗിയല്ലേ ഈ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ഒരു അലങ്കാരത്തിനും അതുപോലെ തന്നെ ഒരു ആദായത്തിനൊക്കെ ആയിട്ട് പറ്റും. ഇതിൻ്റെ അടയ്ക്കയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ. ഒരു 100-500 രൂപയ്ക്ക് വിലയുണ്ട്. ഈ കിളിയടയ്ക്കയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഒരു കവുങ്ങ് നട്ടാൽ മതി കേട്ടോ. ഒരു തൈ നട്ടാൽ അതിൻ്റെ മൂട്ടിൽ നിന്ന് 2-3 ഉണ്ടാവും. ഇതുണ്ടോ, ഇതൊരു മൂടാണ്. ഈ ഒരെണ്ണം നട്ട കേട്ടോ. ഈ ഒരു തൈ നട്ടതാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് ഉണ്ടോ, അതിൻ്റെ ചോട്ടിൽ തന്നെയുള്ളതാണ് 3 എണ്ണം ഉണ്ടായത്. 1, 2, 3 ഇതിൻ്റെ മൂട്ടിൽ നിന്നുണ്ടായതാണ്. മൂട്ടിൽ നിന്ന് ഇങ്ങനെ കിളുത്തു വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ ഒരു അടയ്ക്ക നട്ടതാണേ, ഒരു തൈ. ഇതിൽ നിന്ന് കണ്ടോ എത്ര തൈ അതിൻ്റെ മൂട്ടി മുളച്ചേക്കുന്നത് നോക്കിയാൽ. 1, 2 കണ്ടോ, 2 മൂന്നാമത്തെ ആൾ 3. അപ്പോൾ ഉണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ഒരടയ്ക്ക് നട്ടാൽ മതി. ഒരു 4 അത് കൂടുതലും വരും കേട്ടോ. ഇങ്ങനെ ഈ ചോട്ടിൽ ഇങ്ങനെ കിളുത്ത് വന്നുകൊണ്ടിരിക്കേ. അപ്പോൾ നമ്മുടെ കിളിയടയ്ക്ക ഇതുണ്ടോ, ഇങ്ങനെയുള്ള അടയ്ക്കയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടയ്ക്ക തൈകളോ വേണമെന്നുള്ളവർ വേഗം വിളിച്ചോ കേട്ടോ. അപ്പം ഓക്കെ, ബൈ.